ഇന്നത്തെ പരിപാടി അപ്പോൾ സ്റ്റുഡിയോയിലേക്കായിരുന്നേ. അങ്ങനെ ഞാനും ശാരിയും കൂടെ രാവിലെ ഇറങ്ങി അമ്മയ്ക്കൊരു ബൈയൊക്കെ പറഞ്ഞ് നേരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ എത്തി. സൺഡേ ആയതുകൊണ്ട് പൊതുവെ ബസ് കുറവായിരുന്നേ. അങ്ങനെ പതിയെ ബസ്സിൽ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് എത്തി. കൊല്ലത്ത് രണ്ടാംകുറ്റിയിലായിരുന്നേ സ്റ്റുഡിയോ. അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഗ്ലാസ് കണ്ടാൽ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കണം എന്നാണല്ലോ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ നോക്കി. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കണ്ടു, ചുമ്മാ കറങ്ങി. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതാ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് വന്നു. പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ നടന്ന് പതിയെ ഫാക്ടറി സെയിലായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ നേരെ ഞങ്ങൾ ഫാക്ടറി സെയിലേക്ക് പോയി. ഫാക്ടറി സെയിലിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അത്രയധികം കളക്ഷൻസ്. അതേപോലെ 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഓഫർ കൂടി അവൈലബിൾ ആണ് ഇപ്പം. അത് കഴിഞ്ഞ് വിശന്നപ്പം നേരെ മന്തി മനസ്സിലേക്ക് പോയി. മന്തി മനസ്സിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 25 മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ വെറുതെ അവിടുത്തെ ദ സ്റ്റോൾ ആൻഡ് സീക്രട്ട് റെസിപ്പി ഓഫ് അറേബ്യ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അപ്പോഴേക്ക് ഇതാ മന്തി വന്നു. ഹണി ചില്ലി അൽഫാം മന്തി ആയിരുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഒതൻറ്റിക് മന്തി കഴിച്ച ഫീലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ മന്തി. അങ്ങനെ പിന്നെ പതിയെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് വന്നു. നേരെ ബസ്സിൽ കയറി, കിട്ടിയ KSRTCയിൽ കയറി നേരെ കൊട്ടാരക്കര വരാനായിരുന്നു പ്ലാൻ. അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ടു. അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെ പെട്ടെന്ന് തന്നെ കൊട്ടാരക്കര വന്നെത്തി. കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞാൽ നേരെ ഞങ്ങൾക്ക് ഓടനവട്ടത്തേക്ക് വരണമല്ലോ. അതിനടുത്ത ബസ് ചൂസ് ചെയ്തു. പാട്ടൊക്കെ കേട്ട് ചില്ലൊക്കെ ചെയ്ത് പതിയെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഓടനവട്ടത്തേക്ക് എത്തി. ഓടനവട്ടത്ത് എത്തിയിട്ട് ഞങ്ങളവിടെ സ്കൂട്ടി വെച്ചിട്ടായിരുന്നേ പോയത്. അങ്ങനെ ശാരിക വണ്ടിക്ക് എടുത്തു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തി. ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി. സോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പം ഓക്കെ, ബൈ.